മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ 100-ാം വാർഷിക മഹാസമ്മേളനം ഫെബ്രുവരി ആദ്യവാരം കാസർഗോഡ് കുണിയയിൽ നടക്കാനിരിക്കുകയാണ്. ഈ സമ്മേളനം വലിയ വിജയമാക്കണമെന്ന ഒരു താൽപ്പര്യം സമസ്തയ്ക്കും ലീഗിനും ഒരുപോലെയുണ്ട്. അതിനിടെയാണ് പാണക്കാട് നടന്ന പൈതൃക സമ്മേളനത്തെ വിമർശിച്ചുകൊണ്ട് സമസ്തയുടെ സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കം നടത്തിയ ചില പ്രസ്താവനകൾ വിവാദമായതും അതിനെ ചൊല്ലി വീണ്ടും ലീഗും സമസ്തയും തമ്മിലുള്ള ചേരിതിരിവ് ഉടലെടുത്തിരിക്കുന്നതും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഉമ്മർ ഫൈസി മുക്കത്തെ സമസ്ത നേതൃത്വം ശാസിക്കാൻ തയ്യാറായതോടുകൂടി ലീഗ് നേതൃത്വം അക്കാര്യത്തിൽ സംതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉമ്മർ ഫൈസി മുക്കത്തെ പരസ്യമായി ശാസിച്ചത് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരും കൂടാതെ സമസ്ത ട്രഷറർ പി ഉമർ മുസ്ലിയാർ കൊയ്യോട് അടക്കമുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ അത് ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചും ഏറെ തൃപ്തികരമായ കാര്യമാണ്. പാണക്കാട് തങ്ങന്മാരുടെയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളടക്കമുള്ളവരുടെയും പാരമ്പര്യത്തെ വിമർശിച്ചുകൊണ്ടാണ് ഉമർ ഫൈസി മുക്കം സംസാരിച്ചത്. ഇത് CPIMൻ്റെ ഉപകരണമായി ഉമർ ഫൈസി മുക്കം സംസാരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയും പരസ്യമായി പ്രകടിപ്പിച്ചത്. എന്നാൽ ഇതിനെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇത് സമസ്തയും ലീഗും തമ്മിലുള്ള ഇപ്പോഴത്തെ ഐക്യം തകരുന്നതിന് ഇടയാക്കുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക പരിഹരിക്കാൻ സമസ്ത നേതൃത്വത്തിൻ്റെ ഇടപെടൽ കൊണ്ട് നിലവിൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്ത 100-ാം വാർഷിക മഹാസമ്മേളനം വലിയ തർക്കങ്ങളില്ലാതെ നടത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് സമസ്തയും ലീഗ് നേതൃത്വവും ഉള്ളത്. ലീഗിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് വലിയ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം സമസ്ത ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ സമസ്തയെ പിണക്കാതെ മുന്നോട്ട് പോകുക എന്നൊരു നിലപാടാണ് ലീഗ് നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത്. സമസ്തയും ലീഗും തമ്മിൽ ഉടലെടുത്ത ഇപ്പോഴത്തെ ഈ ഐക്യത്തിനിടെ ഉയരുന്ന ചില അപസ്വരങ്ങൾ ആ ഐക്യം തകർക്കാൻ ഉതകുന്നതല്ല എന്ന തരത്തിലുള്ള നിലപാടാണ് ലീഗിൻ്റെയും സമസ്തയുടെയും ഉന്നത നേതൃത്വങ്ങൾ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇരു നേതൃത്വങ്ങളും വലിയ ആത്മവിശ്വാസത്തിലുമാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.